അമേരിക്കയിൽ കഴിയുന്ന മലയാളി പ്രവാസികൾക്കും പുതിയ ഇമിഗ്രേഷൻ വിസ അപേക്ഷകൾ സമർപ്പിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും അതീവ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്നും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിൽ നിന്നും പുറത്തുവരുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തെ വഞ്ചിച്ചുകൊണ്ട് വ്യാജ അസൈലം രേഖകളും ഒരുപോലെയുള്ള സംഭവങ്ങളും അപേക്ഷകർക്കായി തയ്യാറാക്കി നൽകിയ ഇന്ത്യൻ വംശജനായ പ്രമുഖ ഇമിഗ്രേഷൻ അഭിഭാഷകനെതിരെ US ഇമിഗ്രേഷൻ വകുപ്പ് നടപടിയെടുത്തു. വിദേശ പൗരന്മാർക്കായി വ്യാജ അസൈലം അപേക്ഷകൾ നൽകിയ കുറ്റത്തിന് ഇന്ത്യൻ വംശജനായ അഡ്വക്കേറ്റ് സൂരജ് രാജ് സിംഗിനെതിരെയാണ് US ഭരണകൂടം നടപടി സ്വീകരിച്ചത്. US ഹോംലാൻഡ് സെക്യൂരിറ്റി ഇയാൾക്കെതിരെ ഔദ്യോഗിക നോട്ടീസ് ഓഫ് ഇന്റന്റ് ടു ഫൈൻ അയച്ചു. ഈ നോട്ടീസ് പ്രകാരം 4.25 കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഭരണകൂടം ഇയാൾക്ക് മേൽ പിഴയിട്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് അമേരിക്കൻ മലയാളികളുടെ വിസ സ്റ്റേറ്റസിനെയും അസൈലം അപേക്ഷകളുടെ ഭാവി സുരക്ഷിതത്തെയും വ്യാജ ഇമിഗ്രേഷൻ അറ്റോർണിമാർ സൃഷ്ടിക്കുന്ന ലീഗൽ അപകടങ്ങളെയും കുറിച്ചാണ്. US ഇമിഗ്രേഷൻ ഏജൻസിയായ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ അഥവാ HSI പ്രഖ്യാപിച്ച വിവരങ്ങൾ പ്രകാരം ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുകയും US എമ്പാടും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ കേസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് സൂരജ് രാജ് സിംഗിനെതിരെയാണ് ഈ കനത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഇമിഗ്രേഷൻ കോടതികളിൽ ഹാജരാക്കിയ 54 അസൈലം കേസുകളിലായി 118 വ്യാജരേഖകളും സത്യവാങ്മൂലങ്ങളും സമർപ്പിച്ചതായി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കണ്ടെത്തി. ഇമിഗ്രേഷൻ കോടതികളിലും USCISന് മുന്നിലും സമർപ്പിച്ച അസൈലം ഹർജികളിൽ മാതൃരാജ്യത്ത് അപേക്ഷകർ വംശീയമായോ രാഷ്ട്രീയമായോ വേട്ടയാടപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഓരോ വാക്കുകളും ഓരോ കഥകളും ഓരോ തെളിവുകളും മാറ്റിപ്പകർത്തി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സിവിൽ ഡോക്യുമെന്റ് ഫ്രോഡ് തടയുന്നതിനുള്ള 8 US കോഡ് സെക്ഷൻ 1324C ചട്ടപ്രകാരം ചുമത്താൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക പിഴയാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന കാര്യം അമേരിക്കൻ പ്രവാസികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ മെയ് മാസത്തിൽ DHS ജനറൽ കൗൺസിൽ ജെയിംസ് പെർസിവാൽ നൽകിയ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ US-ൽ താമസിക്കാൻ വ്യാജ അസൈലം കഥകൾ നിർമ്മിച്ചു നൽകുന്ന ഇമിഗ്രേഷൻ അഭിഭാഷകർക്കും കൺസൾട്ടന്റുകൾക്കും എതിരെ വലിയ തോതിലുള്ള ക്രാക്ക് ഡൌണുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ വിനോദ് ദഡ്ഡമണിക്കെതിരെയും 32 കേസുകളിലായി 64 വ്യാജരേഖകൾ ചമച്ചതിന് 2 ലക്ഷത്തിനു മുകളിൽ $, പിഴ ചുമത്തി. 5ഓളം ലംഘന നോട്ടീസുകൾ US ഇമിഗ്രേഷൻ വകുപ്പ് ഇഷ്യൂ ചെയ്തിരുന്നു. പ്രധാനമായും ഇന്ത്യയിൽ നിന്നെത്തുന്ന പൗരന്മാരെ ലക്ഷ്യമിട്ട് പണം വാങ്ങി ടെംപ്ലേറ്റ് അസൈലം അപേക്ഷകൾ നൽകുന്ന ഇത്തരം സ്ഥാപനങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരുടെ പ്രാക്ടീസ് ലൈസൻസുകൾ റദ്ദാക്കുകയുമാണ് US ഗവൺമെന്റിന്റെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ ഈ ലീഗൽ ക്രാക്ക് ഡൌൺ ഏറ്റവും കഠിനമായി ബാധിക്കാൻ പോകുന്നത് ഇത്തരക്കാരായ വക്കീലന്മാരുടെയോ ഏജന്റുമാരുടെയോ വാഗ്ദാനങ്ങളിൽ വീണ് അസൈലം ഫയൽ ചെയ്ത സാധാരണക്കാരായ അപേക്ഷകരെയാണ്. US ഗവൺമെന്റും ഇമിഗ്രേഷൻ കോടതികളും ഒരേപോലെയുള്ള രേഖകളും സത്യവാങ്മൂലങ്ങളും ഫ്ലാഗ് ചെയ്യുമ്പോൾ ആ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും വിവരങ്ങൾ നേരിട്ട് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അനാവശ്യമായി വ്യാജ കഥകൾ ചമച്ച് അസൈലം അപേക്ഷകൾ സമർപ്പിച്ചതായി തെളിഞ്ഞാൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി സെക്ഷൻ 208D6 പ്രകാരം അത് ഫ്രീവോളസ് അസൈലം ഫയലിംഗ് ആയി പ്രഖ്യാപിക്കപ്പെടും. ഒരിക്കൽ ഒരാളുടെ അപേക്ഷ ഫ്രീവോളസ് ആയി പ്രഖ്യാപിക്കപ്പെട്ടാൽ അയാൾക്ക് ഭാവിയിൽ അമേരിക്കയിൽ യാതൊരു തരത്തിലുള്ള വിസകളും H-1B മാറ്റങ്ങളും ഗ്രീൻ കാർഡോ പൗരത്വമോ കരസ്ഥമാക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല ആജീവനാന്ത വിലക്കോടെ US-ൽ നിന്നും ഡീപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. വിസിറ്റിംഗ് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ മറ്റ് താൽക്കാലിക വിസകളിലോ അമേരിക്കയിൽ എത്തിയ ശേഷം ചില ഏജന്റുമാരുടെയോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്ദേശങ്ങൾ കേട്ട് അസൈലം അപേക്ഷകളിലേക്ക് തിരിയുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. യഥാർത്ഥത്തിൽ മാതൃരാജ്യത്ത് ജീവന് ഭീഷണിയുള്ള വ്യക്തികൾക്ക് നിയമപരമായ പരിരക്ഷ നൽകാൻ ഉദ്ദേശിച്ചതാണ് US അസൈലം സിസ്റ്റം. അത് മറയാക്കി വ്യാജ സർട്ടിഫിക്കറ്റുകളും പഴയ പത്രവാർത്തകളും വ്യാജ പകർപ്പുകളും ഉണ്ടാക്കി നൽകുന്ന അസൈലം വക്കീലന്മാരുടെ കെണിയിൽ വീഴരുത്. ഒരു അഭിഭാഷകനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവരുടെ ബാർ അസോസിയേഷൻ ലൈസൻസ് റെക്കോർഡുകളും അവർ സമർപ്പിക്കുന്ന രേഖകളിൽ നിങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് അപേക്ഷകന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണെന്നാണ് US ഭരണകൂടം വ്യക്തമാക്കുന്നത്. US ഭരണകൂടം ഇമിഗ്രേഷൻ ഡേറ്റാബേസുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അഡ്വാൻസ്ഡ് പെറ്റീഷൻ മാച്ചിംഗ് സിസ്റ്റങ്ങളും നടപ്പിലാക്കിയതോടെ ഒരേ പാറ്റേണിലുള്ള അപേക്ഷകൾ സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയാൻ USCISനും ICAയ്ക്കും സാധിക്കുന്നുണ്ട്.
അതിനാൽ നിങ്ങളുടെ ലീഗൽ സ്റ്റേറ്റസ് സുരക്ഷിതമായി നിലനിർത്താൻ സുതാര്യവും സത്യസന്ധവുമായ ഇമിഗ്രേഷൻ മാർഗങ്ങൾ മാത്രം സ്വീകരിക്കുക. ഏജന്റുമാർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വീഴാതെ ഔദ്യോഗിക ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കുക. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ നയങ്ങളും നിയമപരമായ വാർത്തകളും കൃത്യതയോടെയും തത്സമയവും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.